അതെന്തായാലും നന്നായി. എത്രയായിട്ട്? 100. പ്രിയ വാ വാ. മാഷേ, ഇത് പ്രിയൻ. കരുവാറ്റ സ്കൂളിൽ 4 വർഷം ഇവൻ എന്റെ വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു. എന്നാലും കുറച്ച് തല്ലുകൊള്ളിത്തരൊക്കെ കയ്യിലുണ്ടായിരുന്നു. മാഷേ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കല്യാണത്തിന് തലേദിവസം തന്നെ വരണേ. തീർച്ചയായും. ശരി മാഷേ. പ്രിയ, ഇവനാണ് അരവിന്ദ്, കല്യാണ ചെറുക്കൻ. ഹലോ. ഏമയെ പിന്നെ അറിയാലോ? അറിയാം മാഷേ, ഫാമിലി ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ആകാശല്ലേ? അതെ. ഇവിടുത്തെ എല്ലാരെയും എനിക്കറിയാം. പക്ഷെ ഇതെന്റെ വക ചെറിയൊരു സമ്മാനം. വർഷങ്ങൾക്ക് ശേഷം ഗുരുവിനെ കാണുമ്പോ ദക്ഷിണ വെക്കണ്ടേ? ഇതൊന്നും വേണ്ടായിരുന്നു പ്രിയ. അല്ല, അശ്വതി ചേച്ചി അനുവിനൊന്നും കണ്ടില്ലല്ലോ. അവരകത്തുണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം മോനെ. പ്രിയൻ ഇനി കല്യാണം കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ? അതെ. പിന്നെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വതി ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഇത് പ്രിയൻ, എന്റെ ശിഷ്യനാ. നമസ്കാരം. അല്ല, രമേശ് ചേട്ടൻ എന്തേ? രമേശ് ചേട്ടനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. അനു, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു പ്രിയൻ ചേട്ടാ. പ്രിയൻ ചേട്ടൻ ഇവിടെ ഉള്ള എല്ലാരെയും അറിയാലോ. മാഷിനെ വിളിക്കുമ്പോ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയും. ഇത് നമ്മുടെ വിശ്വഞ്ചാന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. കാശ് കൊടുത്തേക്കണേ. രമേശ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. കണ്ടോ മാവാ, എന്നെ ഓരോരുത്തർ തിരിച്ചറിയുന്നേ. ഭാവി വൈസ് പ്രസിഡന്റ് ജനകീയനാ. രമേശ് ചേട്ടാ, ഇത് നിങ്ങളുടെ വോട്ടും ഒന്നുമല്ല. അച്ഛൻ സ്കൂളിൽ പഠിപ്പിച്ചതാ. പ്രിയൻ. ആണോ? ക്ഷമിക്കണോട്ടോ. എന്റെ മുമ്പിൽ വരുന്ന എല്ലാ പേരും വോട്ടർമാരാ. അല്ല, പ്രിയൻ എന്ത് ചെയ്യുന്നു? ഞാൻ PKR ഗ്രൂപ്പിലെ സൂപ്പർവൈസറാ. ഈ PKR ഗ്രൂപ്പിന്റെ MD കൈലാഷ് അല്ലേ? അതെ. മാഷിനറിയോ? ഞാൻ ഈയുടെ അടുത്ത് പരിചയപ്പെട്ടിരുന്നു. വള്ളംകളി കാണാൻ വന്നതാ. ചാരുമോളുമായിട്ട് കൈലാഷ് വള്ളംകളി നടക്കുമ്പോ പരിചയപ്പെട്ടിരുന്നു പറഞ്ഞത്. കൈലാഷ് സാർ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. കല്യാണത്തിന് പങ്കെടുക്കാനും വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആളൊരു പാവ. പറഞ്ഞാൽ എന്തായാലും എത്തിയിരിക്കും. പ്രിയവാം, ഞാൻ റൂം കാണിച്ചുതരാം. ഫ്രഷ് ആവാം. മാഷെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അകത്തേക്കല്ലേ. പാറു, ചാരുവല്ലേ? അതെ. അക്കുച്ചേട്ടൻ പറഞ്ഞിരുന്നു പാറു ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്. വഴി തെറ്റെന്ന് കരുതി പേടിച്ചിരിക്കായിരുന്നു. ആകാശേട്ടൻ എനിക്ക് വഴി കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തെറ്റാതെ ഞാനിവിടെ എത്തി. വാ, അകത്തേക്ക് വാ. വാ. പാറു ചേച്ചി, ചേച്ചിക്ക് വഴിയൊന്നും തെറ്റില്ലല്ലോ അല്ലേ? ഇതാണ് കല്യാണി, എന്റെ അനിയത്തിക്കുട്ടിയാ. അക്കുച്ചേട്ടൻ പറഞ്ഞിരുന്നോ? ചാരുനെ കുറിച്ച് വിശദമായിട്ട് അക്കുച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇത് പാറു ചേച്ചി. കരയുഗത്തിന്റെ സൈക്കിൾ റേസിന് കോച്ചായിട്ട് വന്നതാ. എറണാകുളത്താണോ വീട്? അല്ല, തിരുവനന്തപുരത്താ. നിങ്ങൾക്ക് എറണാകുളം മാത്രമേ ഈ ലോകത്തറിയത്തുള്ളൂ. ആരെ കണ്ടാലും ഇതേ ചോദ്യമാണല്ലോ. അല്ല, ഇവിടെ വന്ന് കയറിയിട്ടുള്ളവരെല്ലാം എറണാകുളത്ത് നിന്നാണല്ലോ. അതുകൊണ്ട് വെറുതെ ചോദിച്ചതാ. എന്നാ ഇത് അതല്ല. ചിറ്റയും കല്യാണിയുടെ അച്ഛനോ? എടി, ഇങ്ങനെ നിന്റെയും കൂടെ അച്ഛനാ. അത് ഓർമ്മ വേണം. വന്നല്ലോ അടുത്തത്. ഇനി ഇത് അവന്റെ കൊട്ടേഷൻ ആണോ? കുറേ ദിവസം മുമ്പ് ആ തള്ളയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചു. വേണ്ട, ഒരു വഴിക്കിറങ്ങിയതല്ലേ, വെറുതെ ശകുനപ്പഴി ആക്കണ്ട. പാറു, വഴി തെറ്റിയില്ലല്ലോ?
ഇല്ല. പക്ഷേ ആകാശേട്ടാ, ഇങ്ങോട്ട് വരുന്ന വഴി രുദ്രന്റെ ആളുകള് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പാറു, ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. രുദ്രനെ എന്നേക്കാൾ നന്നായിട്ട് പാറുവിന് അറിയാലോ. അക്കുച്ചേട്ടനെ പാറു അവരുടെ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോ ദേഷ്യം കൂടിയിട്ടുണ്ടാവും. പാറു, ഇനിയും അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. അക്കുച്ചേട്ടൻ പറയുന്ന ശരി പാറു. പാറു ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്ക്. അത് വേണ്ട ചാരു, പറയുന്നത് കേൾക്ക് പാറു. പരിചയമില്ലാത്ത നാടല്ലേ, റിസ്ക് എടുക്കണ്ട. നമുക്ക് ഇവിടെ കൂടാന്നേ. പിന്നെ കല്യാണത്തിന് എനിക്ക് ഒരു സഹായം കൂടി കിട്ടുമല്ലോ. ശരിയാ പാറു ചേച്ചി, ചേച്ചി ഇവിടെ തന്നെ നിൽക്കേ. നോക്കട്ടെ, ഞാൻ പണിക്കരേട്ടനോട് സംസാരിച്ചിട്ട് പറയാം. പണിക്കരേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. അവിടുന്ന് ലഗേജൊക്കെ ഞാൻ എടുത്തോളാം. ആം, ശരി. പക്ഷേ ആകാശേട്ടനും സൂക്ഷിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിന്ന് വിചാരിച്ച് അവന്മാര് വെറുതെ ഇരിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക് ആയിരുന്നല്ലോ. ആ, ഇപ്പൊ ഞാൻ കരുതി തന്നെയാ നീങ്ങുന്നത്. അക്കുച്ചേട്ടൻ ഒറ്റക്കിനി അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. ഗോവിന്ദമാമിയോ അരവിന്ദേട്ടനെയോ ആരെങ്കിലും കൂട്ടി അങ്ങോട്ടേക്ക് പോയാൽ മതി. ചാരു ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. ശരി അക്കുച്ചേട്ടാ. പാറു, ലഗേജൊക്കെ ഞാൻ എത്തിച്ചോളാം. ശരി ഓക്കെ, ആകാശേട്ടാ. ബൈ. ചേച്ചി, ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.